കടന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ഗോതമ്പ് ദോശയാണ്. ഇതിനുവേണ്ടി ഗോതമ്പും യൂസ് ചെയ്യാം, മൈദ വേണമെങ്കിൽ മൈദയും യൂസ് ചെയ്യാം, രണ്ടുകൂടെ മിക്സ് ചെയ്ത് വേണമെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഗോതമ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഗോതമ്പ് അളവൊന്നും പറയുന്നില്ല, നിങ്ങളുടെ വീട്ടിൽ എത്ര പേരുണ്ടോ അതിനനുസരിച്ച് കണക്കാക്കി എടുക്കാം. നിങ്ങളുടെ കയ്യിൽ വാഴയില ഉണ്ടെങ്കിൽ നമ്മൾ ഇലയുടെ ഉണ്ടാക്കുന്നത് പോലെ വേണമെങ്കിലും ഉണ്ടാക്കാം. അതായത് ഗോതമ്പിനകത്ത് വേണമെങ്കിൽ, മൈദയിൽ വേണമെങ്കിൽ, അരിപ്പൊടിയിൽ വേണമെങ്കിൽ അങ്ങനെയും ട്രൈ ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും ഇതുണ്ടാക്കാം. ഗോതമ്പ് പൊടി കലക്കി ഒട്ടും കട്ടയില്ലാതെ എടുക്കണം. കട്ടയില്ലാതെ എടുക്കാനുള്ള എളുപ്പം അറിയാമല്ലോ. കുറച്ച് വെള്ളം ഒഴിച്ച് ഗോതമ്പൊന്ന് നല്ലതുപോലെ മിക്സ് ആക്കിയിട്ട് അത് അതുപോലെ മിക്സിയുടെ വലിയ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് 2-3 കറക്കി എടുത്താൽ മതി. ഇതേ പരുവത്തിൽ ഒട്ടും കട്ടയില്ലാതെ കിട്ടും. ഒരു എളുപ്പ വഴിയാണ്. കാരണം കൈയിട്ടൊക്കെ നമ്മൾ എത്ര ചെയ്താലും ചിലപ്പോൾ ഒത്തിരി സമയം എടുക്കും അത് കട്ട പോവാൻ. അപ്പൊ ഇതൊരു എളുപ്പ വഴി. മിക്സി ഒന്ന് വെള്ളം ഒഴിച്ച് ഗോതമ്പ് കലക്കിയ ശേഷം അത് മിക്സി ജാറിൽ ഒഴിച്ച് ഒന്ന് കറക്കിയെടുക്കുക. ഇനി ഇത്രയും സംശയം അറിയോ? ഞാൻ ഇത് കലക്കാൻ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഈ പഞ്ചസാര ഇടുന്നതെന്ന് വെച്ചാല് ഗോതമ്പ് ദോശ പെട്ടെന്ന് നമ്മുടെ ആ കല്ലിൽ നിന്നും ഇളകി വരാൻ വേണ്ടിയാ ഈ പഞ്ചസാര ഇടുന്നത്, അല്ലാതെ വേറെ ഒന്നിനും വേണ്ടിയല്ല. നമ്മൾ സാധാരണ മടക്കപ്പം ഉണ്ടാക്കാൻ ഒന്നുകിൽ തേങ്ങ, പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര ഇതൊക്കെ ഉപയോഗിക്കുന്നത്. ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് അതിന് വേണ്ടി പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് തേങ്ങ, ഇത് രണ്ടും മാത്രം മതി. ഇത് എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ചൂട് കട്ടിയുള്ള എന്തേലും പാത്രം, നിങ്ങളുടെ പാനോ എന്തോ ഉള്ളതെന്ന് വെച്ചാൽ വെക്കാം, കടായിയോ എന്തു വേണേലും. അതൊന്ന് ചൂടായ ശേഷം അതിലേക്ക് ലേശം ഒന്നുകിൽ നെയ്യ് അല്ലെങ്കിൽ ബട്ടർ, ഇത് എന്ത് വേണേലും യൂസ് ചെയ്യാമേ. ഞാനിപ്പോ ലേശം നെയ്യാ ഇട്ടേക്കുന്നേ. അധികം വേണ്ട, കുറച്ച് മതി. ജസ്റ്റ് അത് ആ പാത്രത്തിലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രം ഒന്ന് എല്ലടോ ആക്കാൻ ഇങ്ങനെ കറക്കി. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഈ മാങ്ങ നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് എടുക്കാം. എത്ര വേണം, എത്ര ദോശയ്ക്ക് എത്ര ഒരു പരുവം അറിയായിരിക്കുമല്ലോ, മാങ്ങയുടെ വലിപ്പം അനുസരിച്ച്. തീയിലായിട്ടേക്കുന്നേ. ജസ്റ്റ് ഇതൊന്ന് വരണ്ട മാത്രം മതി. അതായത് നമ്മൾ ഡയറക്റ്റ് ദോശക്കകത്ത് വെക്കുവാണെങ്കിൽ ഈ മാങ്ങ പെട്ടെന്ന് വേവില്ല. അതിനു വേണ്ടി ഇങ്ങനെ ചെയ്യുന്നുവെന്നേ ഉള്ളൂ. അതായത് മാങ്ങ ഒന്ന് സ്മാഷ് ആവണം. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുമെങ്കിൽ പിന്നെ ഗ്രൈൻഡറിൽ ഒരച്ചെടുത്താൽ പോരായിരുന്നു. പറ്റില്ല, കാരണം അതൊന്നേരം ഒത്തിരി അങ്ങ് പഴുപ്പായി പോവില്ലേ. ഇനി നിങ്ങൾക്ക് എക്സ്ട്രാ പഞ്ചസാരയോ മാങ്ങയുടെ മധുരം കൂടാതെ പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര ഇതിൽ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ വെക്കാം. ഞാനിപ്പോ ഇതിൽ എക്സ്ട്രാ മധുരം ഒന്നും ചേർക്കുന്നില്ല, മാങ്ങയുടെ മധുരം മാത്രം മതി. നമ്മളെ നെയ്യിട്ട് ഏറ്റവും ചെറുതീയില ഞാൻ ഇട്ടേക്കുന്നത്. അതുകൊണ്ട് ഒട്ടും അടുക്കി പിടിക്കും അങ്ങനെയൊന്നും പേടിക്കണ്ട. കണ്ടില്ലേ, ഇത്രയും പരുവം മതിയേ. ഇത്രയും മതി. കുറച്ച് കഷ്ണവും കുറച്ച് ഉടഞ്ഞും ഉള്ള പരുവം. ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചതും കുറച്ച് ജീരകം കൂടി. ജീരകം ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാമേ. ഇഷ്ടമുള്ളവർക്ക് മാത്രം ഇട്ടാൽ മതി. കാരണം ചിലർക്ക് ഗോതമ്പ് ദോശയിൽ ജീരകം ഇഷ്ടമല്ല, അതുകൊണ്ടാ പറഞ്ഞേ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇത് രണ്ടും ഉപയോഗിക്കാം, അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാം. നിങ്ങൾ ഏതിനകത്താണ് ദോശ ഉണ്ടാക്കുന്നത് വെച്ചാൽ അത് ദോശക്കല്ലാണെങ്കിൽ അത്, നോൺ സ്റ്റിക്ക് ആണെങ്കിൽ അത് വെക്കാം. ഞാനിതിൽ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് എണ്ണ തടവുന്നില്ല. പാൻ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മാവ് ഒഴിക്കാം. തീ കൂട്ടി വെക്കല്ലേ, വേവില്ല. ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചിടാം. ഇനി നമുക്ക് ഈ സൈഡിലാണ് നമ്മള് റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഇടണ്ടേ. ആ മാങ്ങയുടെ റെഡിയാക്കി വെച്ചിരിക്കുന്നതിൽ നിന്നും കുറച്ച് ഇട്ട് കൊടുക്കാം. ഒത്തിരി വേണ്ട, മാങ്ങയ്ക്ക് നല്ല മധുരം ഉണ്ട്. എത്രയും വേണ്ടെന്ന് വെച്ചാൽ അത്രയും വെക്കുക. ഇനി ഇതിന്റെ മുകളിലേക്ക് കുറച്ച് തേങ്ങ. ഇതിലെ തേങ്ങ ഞാനിപ്പോ സെപ്പറേറ്റ് ഇട്ടുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ മാങ്ങ ഒന്ന് വരട്ടുന്ന സമയത്ത് ആ മാങ്ങയിൽ തന്നെ ഈ തേങ്ങയും ഇട്ട് വരട്ടിയെടുക്കാം. ഇങ്ങനെ ഈ അറ്റം ഒന്ന് അമക്കി കൊടുക്കണേ. അപ്പൊ അതിന്റെ സൈഡിൽ കൂടെ ഒന്നും പോവില്ല. ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോ ഇനി നമുക്കൊന്ന്
തിരിച്ചിടാം. കാരണം നമ്മൾ ആദ്യം തന്നെ മാവ് ഒഴിച്ചിട്ട് ആദ്യത്തെ ആ ഭാഗത്തിൽ തന്നെ നമ്മുടെ തേങ്ങയും മാങ്ങയൊക്കെ വെച്ചാല് വേവില്ല. അതിനാണ് ഒരു സൈഡ് വേവിച്ചിട്ട് തിരിച്ചിട്ടിട്ട് നമ്മൾ ആ സൈഡിൽ വെച്ചത്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് മാവ് ഒഴിക്കുമ്പോൾ തീ ഏറ്റവും കുറച്ചായിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോ അത് ഒട്ടിപ്പിടിക്കാനോ നമുക്ക് നല്ലതുപോലെ റൗണ്ട് ആക്കി എടുക്കാനോ പറ്റില്ല. മാങ്ങ ഇന്ന മാങ്ങ വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നിങ്ങൾക്ക് ഏത് മാങ്ങ വേണേലും എടുക്കാം, ഒരു പ്രശ്നമില്ല. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ദോശയും റെഡി ആയിട്ടുണ്ട്. സോ നമ്മുടെ സ്പെഷ്യൽ ഗോതമ്പ് മടക്കപ്പം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം, അഭിപ്രായം അറിയിക്കണം. ഇപ്പൊ മാങ്ങയുടെ സീസൺ ആണ്, എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും. എന്നിട്ട് ഇഷ്ടമായോ എന്ന് തീർച്ചയായിട്ടും എന്നെ അറിയിക്കണം. വീണ്ടും പുതിയൊരു ഡിഷുമായി വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലെസ് യു.